ഒരൊറ്റ മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ എത്ര വെറൈറ്റി ബജ്ജി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി 10, 15, 20 ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. 250 ഗ്രാം കടലപ്പൊടി എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് സോഡ പൗഡർ ആട്ടോ, അതായത് ബേക്കിംഗ് സോഡ. പിന്നെ കായം പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. കട്ടയൊക്കെ ഉടച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ ആവശ്യത്തിനുള്ള തിക്കാക്കി എടുത്താൽ മതിയിട്ടാ. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ അടയാളം വേണ്ടത് എങ്ങനെ ഒരു തിക്കിലെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലിതാ ഓരോന്നും പൊരിച്ച് കോരുക. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് മുളക് ബജ്ജിയാണ്. അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കട്ടോ വൈകുന്നേരം കട്ടൻ ചായക്ക്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കായ ബജ്ജിയാണ്, അതായത് പച്ചക്കായ കൊണ്ടുള്ള ബജ്ജി. നല്ല രുചിയാണ്. പിന്നെ ഉരുളൻകിഴങ്ങ് ബജ്ജി, കത്രിക്ക ബജ്ജി, മുട്ട ബജ്ജി, എന്ത് ബജ്ജി വേണമെങ്കിലും ഇത് ഒറ്റ സാധനമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് കട്ടൻ ചായയും കൂട്ടിയിട്ട് ഇതിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം.